നിങ്ങളൊക്കെ വീട്ടിൽ പാല് വാങ്ങുന്ന ആളുകളല്ലേ? ആ പാലിൽ നിന്ന് നമുക്ക് തന്നെ നെയ്യുണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുത്തൂടെ? പുറത്ത് കടകളിൽ നിന്ന് കെമിക്കലൊക്കെ അടങ്ങിയ നെയ്യ് വാങ്ങുന്നതിന് പകരം നമുക്ക് വീട്ടിൽ തന്നെ ശുദ്ധമായ നെയ്യ് ഉണ്ടാക്കിയെടുക്കാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് മിക്സി ഉപയോഗിക്കാതെ തൈരുണ്ടാക്കാതെ വെറും 10 മിനിറ്റിൽ പാൽപ്പാടയിൽ നിന്ന് എങ്ങനെ നെയ്യ് ഉണ്ടാക്കാം എന്നാണ്. അതിനായിട്ട് ഞാൻ കുറച്ച് പാലെടുത്തിട്ടുണ്ട്. ഈ പാല് ഞാൻ സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിയതാണ്. ഞാനങ്ങനെ പാക്കറ്റ് പാൽ യൂസ് ചെയ്യാറില്ല കേട്ടോ. പാക്കറ്റ് പാൽ ഉപയോഗിച്ചിട്ട് ഇതുവരെയായിട്ട് ഞാനങ്ങനെ നെയ്യ് ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. അപ്പം ഈ പാലൊന്ന് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ആദ്യമൊക്കെ നന്നായിട്ട് ഇളക്കിയിട്ട് അടുക്കി പിടിക്കാതെ വേണം തിളപ്പിച്ചെടുക്കാനായിട്ട്. തിള വന്ന് തുടങ്ങിയാൽ പിന്നെ നിങ്ങൾ ഇളക്കാൻ പാടില്ല കേട്ടോ. പാല് നന്നായിട്ട് തിളച്ച് വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു പാൽപ്പാട മുകളിൽ ഇങ്ങനെ വന്ന് നിൽക്കുള്ളൂ. പാലൊക്കെ ദാ ഏകദേശം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമ്മളിത് ഇളക്കാൻ പാടില്ല. നന്നായിട്ട് തിള വന്നതിന് ശേഷം ഒരു അടപ്പെടുത്തിട്ട് ഈ പാല് നന്നായിട്ട് അടച്ച് വെക്കുക കേട്ടോ. പിന്നെ നമ്മൾ തൊടുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. പാല് തണുത്തതിന് ശേഷം അതിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കിയാൽ ദേ ഈ കാണുന്ന രീതിയിൽ പാൽപ്പാട അതിൻ്റെ മുകളിൽ ഇങ്ങനെ വന്ന് കിടക്കുന്നത് കാണാം കേട്ടോ. അപ്പം ഇതാണ് പാൽപ്പാട. ഇതുപയോഗിച്ചാണ് നമുക്ക് നെയ്യ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇതിപ്പം തിക്ക് വളരെ കുറവാണ്. നമ്മൾ ഈ പാല് അങ്ങനെ ഇളക്കാതെ ഫ്രിഡ്ജിൽ തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല തിക്കിൽ നമുക്ക് പാട കിട്ടുക. പിന്നെ പാലിനനുസരിച്ചാണ്. ചില പാലിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പാൽപ്പാട കിട്ടാറുണ്ട്. ചില പാലിലൊന്നും അങ്ങനെ വലിയ രീതിയിൽ പാൽപ്പാട കിട്ടാറുമില്ല കേട്ടോ. അപ്പം ഇങ്ങനെ കിട്ടുന്ന പാൽപ്പാട നമ്മളൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രീസറിൽ എടുത്ത് വയ്ക്കുക. അങ്ങനെ ഞാൻ ശേഖരിച്ച് വെച്ച പാൽപ്പാടയാണ് ഈ ബോട്ടിലുള്ളത്. ഇത് ഞാൻ തണുപ്പ് മാറാനായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചതാണ്. തണുപ്പ് മുഴുവനായിട്ടും പോയതിന് ശേഷമാണ് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ. സാധാരണ എല്ലാവരും മിക്സിയിലൊക്കെ അടിച്ച് ബട്ടർ എടുത്താണ് നെയ്യ് ഉണ്ടാക്കാറ്. അല്ലെങ്കിൽ പാൽപ്പാടയിൽ കുറച്ച് തൈരൊക്കെ ചേർത്ത് അങ്ങനെ അടിച്ചെടുക്കും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ രണ്ട് രീതിയിലുമല്ല നമ്മൾ ചെയ്യുന്നത്. അതിലും കുറച്ചും കൂടി എളുപ്പത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് മിക്സി ഒന്നും ഇല്ലാത്ത ആളുകൾക്കും വളരെ സിമ്പിളായിട്ട് ഈ ഒരു നെയ്യ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും പുറമേ നിന്ന് അങ്ങനെ നെയ്യ് വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ പാല് വാങ്ങുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ കാണിക്കുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ഞാൻ വീട്ടിലേക്ക് വാങ്ങിയ പാല്, അതായത് ഒരു 2 ആഴ്ച വാങ്ങിയ പാലിൽ നിന്ന് എടുത്ത് വെച്ച പാൽപ്പാടയാണേ. ഫ്രീസറിൽ വെച്ചത് കൊണ്ട് നല്ലോണം കട്ട കെട്ടിയിട്ടുണ്ട്. കുറച്ചൊക്കെ തണുപ്പൊക്കെ മാറിയിട്ടുണ്ട്. ഇത് പൂർണ്ണമായിട്ടും മാറിയതിന് ശേഷം ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ അപ്പച്ചട്ടിയാണ് എടുത്തത്, നോൺ സ്റ്റിക്കിൻ്റെ. അതിലേക്ക് ഈ ഒരു പാൽപ്പാട ഞാൻ മാറ്റുന്നുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് കുറച്ചും കൂടി നല്ലത്. അതാകുമ്പം അടിക്ക് പിടിക്കില്ല. വേറെ പാത്രത്തിലൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. പക്ഷേ നോൺ സ്റ്റിക്ക് ആകുമ്പം പെട്ടെന്ന് അടിയിൽ പിടിക്കില്ല. ഞാൻ ഒരു അലൂമിനിയം ചീഞ്ചട്ടിയിലൊക്കെ ഒരു പ്രാവശ്യം വെച്ചിരുന്നു. പക്ഷേ അതിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു പാത്രം മാറ്റി കൊടുക്കണം. ഇതാവുമ്പം അങ്ങനത്തെ ഒരു പ്രശ്നമേ വരില്ല. അപ്പം അതുകൊണ്ടാണ്, വളരെ കുറഞ്ഞ അളവിലായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അപ്പച്ചട്ടി എടുത്തത്. നിങ്ങളെടുത്ത് കൂടുതൽ അളവുണ്ടെങ്കിൽ വലിയ നോൺ സ്റ്റിക്ക് പാത്രമോ ഇനി അലൂമിനിയത്തിൻ്റെയോ ചെമ്പിൻ്റെയോ ചട്ടിയോ എന്തായാലും പ്രശ്നമില്ല. അപ്പോൾ എന്താ കണ്ടോ, പാൽപ്പാടയൊക്കെ നന്നായിട്ട് തണുപ്പൊക്കെ മാറി ഐസൊക്കെ അലിഞ്ഞ് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാൽപ്പാട അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഇത് തിളപ്പിച്ചെടുക്കുന്നത്. ഇനി നിങ്ങൾ അടുപ്പത്താണ് വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും വെക്കാം കേട്ടോ. പക്ഷേ അടുപ്പത്ത് വെക്കുന്ന സമയത്ത് ഒരുപാട് തീ കൂട്ടിയിടരുത്. കുറഞ്ഞ ചെറിയ തീയിൽ വേണം നിങ്ങൾ ഇത് തിളപ്പിച്ചെടുക്കാനായിട്ട്. ഞാനിവിടെ ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കുന്നത്. തീ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. പിന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇതാണ് ഞാൻ പറഞ്ഞത്, നോൺ സ്റ്റിക്ക് ആകുമ്പം അങ്ങനെ അടിയിൽ പിടിക്കത്തില്ല. പക്ഷേ വേറെ പാത്രങ്ങളാണെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും കേട്ടോ. ഇതിപ്പം എൻ്റെ അടുത്ത് മരത്തിൻ്റെ തവ ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം ഞാൻ സ്റ്റീലിൻ്റെ ഒരു സ്പൂണ് വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. അപ്പം നിങ്ങളും ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ നോൺ സ്റ്റിക്ക് പാത്രത്തിന് സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വീഴാതെ ശ്രദ്ധിക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ഏകദേശം തിളയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരും കേട്ടോ. അപ്പോൾ ഇനി ആ ഒരു പാൽപ്പാടയൊക്കെ വെന്ത് അതിൽ നിന്ന് നെയ്യൊക്കെ ഇങ്ങനെ ഉരുകി വരും. പാൽപ്പാട എപ്പോഴും ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പാൽപ്പാട എടുത്ത് വെക്കുന്ന ആ ഒരു പാത്രം ഉണ്ടല്ലോ, അത് അടപ്പുള്ളതായിരിക്കണം. കാരണം കറണ്ടൊക്കെ പോകുന്ന സമയത്ത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളമൊക്കെ ആ ഒരു പാൽപ്പാടയിലേക്ക് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും നല്ല ഒരു അടപ്പുള്ള പാത്രത്തിൽ തന്നെ പാൽപ്പാട എടുത്ത് വെക്കുക. ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുക വീട്ടിൽ ചെറിയ കുട്ടികളുള്ള ആളുകൾക്കാണ്.
ചെറിയ മക്കൾക്ക് നമ്മൾ പഴമൊക്കെ നെയ്യിൽ വാട്ടി കൊടുക്കാറുണ്ട്, അതുപോലെ ബ്രെഡൊക്കെ പൊരിച്ച് കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ ഏറ്റവും നല്ലത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ശുദ്ധമായ നെയ്യ് തന്നെയാണ്. അപ്പോൾ പുറമേ നിന്ന് വാങ്ങുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങണം. അപ്പോൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന ആളുകൾക്കറിയാം എന്തുമാത്രം പൈസ കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇതാ നെയ്യൊക്കെ ഇങ്ങനെ ഉരുകി വരുന്ന തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ ആ ഒരു കളറും കാര്യങ്ങളൊക്കെ. പിന്നെ അതിലത്തെ വെള്ളവും കാര്യങ്ങളൊക്കെ വറ്റിയിട്ടുണ്ട്. ഈ ഒരു പരുവാവും കേട്ടോ. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതുപോലെ ചെറിയ തീയിലാണ് നമ്മളിത് ആക്കിയെടുക്കേണ്ടത്. പെട്ടെന്ന് ആവണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും തീ കൂട്ടി വെക്കാതിരിക്കുക. അടുപ്പത്തൊക്കെ ആണെങ്കിൽ ചെറിയ തീയിൽ നിങ്ങൾക്ക് ആക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ അത് നന്നായിട്ട് ഉരുകി വരണം. ഉരുകിയിട്ട് ആ ഒരു വൈറ്റ് കളറിൽ കാണുന്നില്ലേ, അതെല്ലാം കൂടി ഒരു ബ്രൗൺ കളറിലേക്ക് വരും. കുറച്ചും കൂടി നന്നായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ നെയ്യൊക്കെ നല്ല കളറുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ വിചാരിക്കും കടയിൽ നിന്ന് വാങ്ങുന്ന നെയ്യ്ക്ക് മാത്രമേ കളറുള്ളൂ എന്നുള്ളത്. അല്ല, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സെയിം നെയ്യ്ക്കും സെയിം കളറും നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ. ചില ആളുകളൊക്കെ ഇങ്ങനെ റെഡിയാക്കുന്ന സമയത്ത് ഇതിൽ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാറുണ്ട്. ഞാൻ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാറില്ല കേട്ടോ. കാരണം ഇതിന് ഓൾറെഡി നല്ല മഞ്ഞ കളറുണ്ട്. പിന്നെ നമ്മൾ എക്സ്ട്രാ ഒരു മഞ്ഞൾപ്പൊടി ഇടേണ്ട യാതൊരു ആവശ്യമില്ല. ആ ഒരു പാൽപ്പാടയിലെ ആ ഒരു ഇതൊക്കെ കണ്ടില്ലേ, അത് ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡെയിലി വീട്ടിൽ പാൽ വാങ്ങുന്ന ആളുകളാണെങ്കിൽ അവർക്കൊക്കെ എന്തായാലും ഇതുപോലെ നെയ്യ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിലൊക്കെ വാങ്ങുന്ന ആളുകൾക്കാണ് കുറച്ചൊരു ബുദ്ധിമുട്ട്. കണ്ടോ വളരെ സിമ്പിളാണ്. എത്ര പെട്ടെന്ന് നമ്മുടെ പണി കഴിഞ്ഞു. മിക്സിയിലിട്ട് കറക്കുകയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യണ്ട. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഏകദേശം നമ്മുടെ നെയ്യ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടോടെ തന്നെ ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കുക കേട്ടോ. നെയ്യ് ചൂടാറിയതിന് ശേഷം അരിച്ചെടുക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. കാരണം നെയ്യ് തണുക്കുന്നതിനനുസരിച്ച് അത് കട്ടയാവും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ രണ്ടാമതും നിങ്ങളത് ചൂടാക്കി എടുക്കണം നിങ്ങൾക്ക് അരിച്ചെടുക്കണമെങ്കിൽ. അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ ഒരു അരിപ്പയിലൂടെ നന്നായിട്ട് അത് അരിച്ചെടുക്കുക. പിന്നെ അരിപ്പയിൽ കാണുന്ന ആ ഒരു മട്ടില്ലേ, അത് കഴിക്കാൻ പറ്റും കേട്ടോ. നമുക്ക് നല്ല ടേസ്റ്റാണ്. ഇതുവരെ നിങ്ങളാരും കഴിച്ചിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മളിതാ നെയ്യൊക്കെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം പാൽപ്പാട വളരെ കുറവായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും നെയ്യ് കിട്ടിയത്. അതുപോലെ കണ്ടില്ലേ നെയ്യ്ക്ക് നല്ല കളറുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സെയിം കളർ തന്നെ നെയ്യ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഞാൻ മഞ്ഞളൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഒറിജിനൽ കളറാണേ. അതുമാത്രമല്ല നല്ല സ്മെല്ലുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു നെയ്യ് ഇഷ്ടപ്പെടും. ഇനി നമ്മൾ വീട്ടിൽ ബിരിയാണിയോ അതുപോലെ നെയ്ച്ചോറൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് പുറമേ നിന്ന് നെയ്യ് വാങ്ങേണ്ട യാതൊരു ആവശ്യമില്ല. ഈ നെയ്യ് തന്നെ നിങ്ങൾക്കതിനും ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പം ചൂട് തണിഞ്ഞതിന് ശേഷം ഞാനൊരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഗ്ലാസ് ബോട്ടിലുണ്ടെങ്കിൽ അതിലേക്ക് മാറ്റി കൊടുക്കുക. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിലാണ് എടുത്തത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അടച്ച് വെക്കാം. ചൂട് ആറിയതിന് ശേഷം വേണം കേട്ടോ അടച്ച് വയ്ക്കാൻ. അല്ലെങ്കിൽ ആവിവെള്ളം ആ ഒരു നെയ്യിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അപ്പം നന്നായിട്ട് അടച്ച് വയ്ക്കുക. ഇനി നിങ്ങൾക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കണമെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. അതല്ല പുറത്തെടുത്ത് വെക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ കാണുമ്പം ഇതാ വെള്ളം പോലെ ഉണ്ട്, പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഇത് ഉറപ്പ് വയ്ക്കും കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചാൽ മാത്രമല്ല പുറത്ത് വയ്ക്കുന്ന സമയത്തും ഇത് കട്ടയാവും. അതുപോലെ പെട്ടെന്ന് ചീത്തയാവോ ഒന്നും തന്നെയില്ല. ഞാൻ സാധാരണ നെയ്യ് ഫ്രിഡ്ജിൽ തന്നെയാണ് സൂക്ഷിക്കാറ്. ഞാനിതാ ഡോറിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം അത്ര കളറും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ ഏകദേശം ഒരു 1.5 മണിക്കൂറായിട്ടുണ്ട്. കണ്ടോ നല്ല മഞ്ഞ കളറിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന നെയ്യ് എങ്ങനെയാണോ ആ ഒരു ഇതിൽ തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. സെയിം അതേ ടെക്സ്ചറും അതേ സ്മെല്ലും അതേ കളറും എല്ലാം അതുപോലെ തന്നെയുണ്ട്. അപ്പം ഇനി മുതൽ ആരും നെയ്യ് പൈസ കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങരുത്. നിങ്ങൾ വീട്ടിൽ തന്നെ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ പറയുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.